നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഭാര്യയും അമ്മയും കൊന്ന ശേഷം ഭ്രാന്തമായ രീതിയിൽ ഒരു യുവാവ് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയെന്നോ, ആ ചിതറത്തെറിച്ച മാംസകഷ്ണങ്ങൾ കണ്ടു നിന്നവർക്ക് നേരെ എറിയുക, ഇടയിൽ അത് സ്വയം ഭക്ഷിക്കുക. കാണാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അവിടെ സംഭവിച്ചതെല്ലാം. ഇതിനിടയിൽ ദുരഭിമാനത്തിന്റെ പേരിൽ 3 കൊലപാതകങ്ങൾ. ഈ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. ലഹരി ഉപയോഗം തടഞ്ഞതിന് അമ്മയെയും ഭാര്യയെയും നിഷ്ഠൂരമായി അടിച്ചുകൊന്നു. ചിതറിത്തെറിച്ച മാംസകഷ്ണങ്ങൾ അത് ഭക്ഷിച്ചും നാട്ടുകാർക്ക് നേരെ എറിഞ്ഞും കൊടും ഭീകരത. ഉത്തർപ്രദേശ് ഗോരഖ്പൂർ ജില്ലയിലെ ഖുഷി നഗറിൽ, അവിടെ അഹിറോലി എന്നൊരു ഗ്രാമം, അവിടെയാണ് സംഭവം. സിക്കന്ദർ ഗുപ്ത എന്ന 30-കാരനാണ് ആ കൊടും ക്രൂരത ചെയ്തത്. മരിച്ചവർ അമ്മ റൂണാദേവി, ഒപ്പം ഭാര്യ പ്രിയങ്ക. മദ്യവും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കും ഇയാൾ. അന്ന് ലഹരി ഉപയോഗിക്കുന്നത് എതിർത്തു ഭാര്യ. ആ ഭാര്യയെ തന്നെ ആദ്യം ആക്രമിച്ചു. വടികൊണ്ടടിച്ച് ആ 28-കാരിയെ വീഴ്ത്തി. ഈ കാണുന്നതാണ് ഭാര്യ, ഇതമ്മയും. ഇഷ്ടിക കൊണ്ട് ആദ്യം ഭാര്യയുടെ തല തല്ലിപ്പൊളിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയതാണ് തടഞ്ഞു നിർത്താനായി അമ്മ റൂണാദേവി. അവരെയും വടികൊണ്ടടിച്ചു. ഭാര്യയെ കൊന്ന അതേ ഇഷ്ടിക കൊണ്ട് അമ്മയുടെ തലയിലും ക്രൂരമായി മർദ്ദിച്ചു. അരിശം തീരാതെ എന്ന പോലെ അയാൾ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അവിടെ ചിതറത്തെറിച്ചിരുന്നോടെ മാംസങ്ങൾ. ആ മാംസകഷ്ണങ്ങൾ അയാൾ വായിലിട്ടുവെന്നും തങ്ങൾക്ക് നേരെ എറിഞ്ഞുവെന്നും അവിടെ തടിച്ചുകൂടിയ പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. പോലീസിനെ വിളിച്ച് അവർ ഭയചകിതരായിട്ടാണ് ഓടിയെത്താൻ അപേക്ഷിക്കുന്നത് അന്നാട്ടുകാർ. പോലീസ് സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് സിക്കന്ദറിനെ പിടികൂടുന്നത്. വീടിന് മുകളിൽ കയറിയിരുന്ന ഇയാൾ ആദ്യമൊന്നും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതിസാഹസികമായി പോലീസ് അയാളെ കെട്ടിടത്തിന് മുകളിൽ കയറി കീഴ്പ്പെടുത്തി. അയലത്തെ വീടിന്റെ ടെറസ് വഴി മറ്റൊരു പോലീസുകാരൻ കയറി വന്നാണ് പിന്നിൽ നിന്ന് ഇയാളെ പിടികൂടി കീഴ്പ്പെടുത്തി ഒടുവിൽ അറസ്റ്റ് ചെയ്യുന്നത്. इसके द्वारा अपनी ही पत्नी, जिनका नाम प्रियंका है, और अपनी मां, जिनका नाम रूना देवी, इन दोनों की पत्थर और ईंट से कुचल करके हत्या कर दी गई है. इस संबंध में आज प्रातः 10:18 पर एक पड़ोसी द्वारा यूपी 112 पर जानकारी दी गई. पुलिस तत्काल मौके पर पहुंची. आरोपी सिकंदर गुप्ता को पुलिस ने हिरासत में ले लिया है. प्रथम दृष्टया ये मामला पारिवारिक विवाद का लग रहा है. इस संबंध में और गहराई से छानबीन की जा रही है और दोनों शवों को पोस्टमार्टम के लिए भिजवा दिया गया है. अग्रिम विधिक कार्रवाई की जा रही है. ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു ആ രണ്ടുപേരുടെയും തലയുടെ ഭാഗം. 2 മൃതദേഹങ്ങളുടെയും തലഭാഗം ആകെ ഇല്ലാതായിരുന്നു. മുംബൈയിൽ ഷട്ടർ നിർമ്മാണ രംഗത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഈ സിക്കന്ദർ. 1 മാസം മുമ്പാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ജോലി ചെയ്തിരുന്നപ്പോൾ വീട്ടിലേക്ക് ഒരിക്കൽ പോലും പണം നൽകി സഹായിക്കുകയോ അല്ലെങ്കിൽ അത്തരം ആലോചനയൊന്നും ഇല്ലാത്തയാളാണ്. ഏതാണ്ട് 4 വർഷമായി വിവാഹിതനായിട്ട്. വിവാഹത്തിന് മുമ്പ് സൗദി അറേബ്യയിലും ഇയാൾ ജോലി ചെയ്തിരുന്നു. മദ്യപിക്കുക മാത്രമല്ല അയാളുടെ പ്രശ്നം. അയാൾ മദ്യപിക്കുന്നതിനൊപ്പം തന്നെ കഞ്ചാവും സ്ഥിരമായി ഉപയോഗിക്കും. അങ്ങനെ 2 ലഹരിയും കൂടി ആവുമ്പോൾ ഏറെക്കുറെ രാക്ഷസനെ പോലെയായിരിക്കും പെരുമാറ്റം. അതുതന്നെയാണ് കൊലപാതകത്തിലും പ്രതിഫലിച്ചത്. പലവട്ടം അമ്മയെയും ഭാര്യയെയും ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് മുൻപിലത്തെ ദിവസം ഇയാളുടെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി മടങ്ങിയെത്തിയതാണ്. വരുന്ന വഴിയിൽ നീളം മർദ്ദിച്ചു. വീട്ടിലെത്തിയപ്പോഴും മർദ്ദനം. ഈ മർദ്ദനത്തിനിടയിൽ ഒടുവിൽ സഹോദരി ഭർത്താവെത്തി. അയാളാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. മാനസിക അസ്വാസ്ഥ്യമുള്ള ആളല്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉറപ്പിച്ച് പറയുന്നത്.
घटना सुबह 9:30 बजे की घटना है और उसकी मम्मी थी और बीवी थी। घटना लगभग 9:30 बजे का और बीवी बीमार हुई है। मानसिक स्थिति बस बहुत कोई खराब नहीं थी, हालांकि परिवारी मामला था, थोड़ा बहुत होता ही रहता है, लेकिन इतनी बड़ी घटना हो जाएगी इसकी जानकारी किसी की नहीं थी। വല്ലാത്തൊരു ഭീകരാന്തരീക്ഷമാണ് അയാൾ ആ ഖുഷി നഗർ എന്ന സ്ഥലത്ത് സൃഷ്ടിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു. ബംഗളൂരുവിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവതിയുടെ മരണം അത് കൊലപാതകമാണ് സ്ഥിരീകരിക്കുന്നു അന്വേഷണ സംഘം. 34-കാരിയെ കൊന്നത് അയൽക്കാരനായ 18 വയസ്സുകാരൻ. ബംഗളൂരു രാമമൂർത്തി നഗറിലെ സുബ്രഹ്മണ്യ ലേഔട്ടിലെ അപ്പാർട്ട്മെന്റ്, അവിടെ തീപിടുത്തമുണ്ടായതായി കഴിഞ്ഞ ദിവസം കണ്ടു. ആ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള അടെക്കി മരിച്ചത് എന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം. ജനുവരി 3-നാണ് 34-കാരിയായ ഷർമിളയെ വാടക വീട്ടിൽ അങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ അതൊരു കൊടും ക്രൂരതയുടെ സംഭവമായിരുന്നുവെന്ന് കൂടുതൽ അന്വേഷണത്തിലാണ് ആ ചുരുൾ മുഴുവൻ അഴിയുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി. അപ്പോഴാണ് അയൽ വീട്ടിൽ താമസിക്കുന്ന കർണൽ കുറെ എന്ന 18-കാരനാണ് കൊലപാതകിയെന്ന് പോലീസ് സംഘം തിരിച്ചറിയുന്നത്. എന്തിനാണ് ഈ കർണൽ കുറെ ഈ പെൺകുട്ടിയെ കൊന്നത്? ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു ഇയാൾ. അപ്പോൾ ചെറുത്തുനിന്നു ആ പെൺകുട്ടി. അതിനാണ് ആ 18-കാരൻ അവളെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്യലിൽ കുറെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് കുറെ കയറിയത്? ജനൽ വഴി അതിക്രമിച്ച് കടന്നു. അതിനുശേഷമായിരുന്നു ബലാത്സംഗ ശ്രമം. ജനുവരി 3-ാം തീയതി രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി ലൈംഗിക അതിക്രമം ലക്ഷ്യം വെച്ച് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ജനലാണ്. ആ ജനലിലൂടെ സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ 18 വയസ്സുകാരൻ പ്രവേശിക്കുകയാണ്. യുവതിയെ പിന്നിൽ നിന്നും കടന്നു പിടിച്ചു. ഈ ശ്രമം ചെറുത്തതോടുകൂടി യുവതിയുടെ വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു. അപ്പോൾ ആ പെൺകുട്ടി അബോധാവസ്ഥയിലായി. ആ അബോധാവസ്ഥയിലായ സമയത്ത് ആ യുവതിക്ക് രക്തസ്രാവവും ഉണ്ടായി. ഇത് കണ്ട് ആ ചെറുപ്പക്കാരൻ, ആ കൊലയാളി ഭയന്നു. തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് യുവതിയുടെ വസ്ത്രങ്ങളും മറ്റെല്ലാം കിടക്കയിൽ വെച്ച് തീയിട്ട ശേഷം ഇയാൾ ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതോടെ അപ്പാർട്ട്മെന്റിൽ മുഴുവനായി തീ പടർന്നു. വിദ്യാർത്ഥിയായിട്ടുള്ള കർണൽ കുറയാണ് കൊല നടത്തിയതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാർക്ക്. കാരണം അത്രമാത്രം ഡീസന്റ് പയ്യനെന്ന് പറയുന്നു. തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും അവർക്ക് ഒരു ഷോക്കാണ് ಅನ್ವೇಷಣ ಸಂಘത്തിന്റെ ಈ ಕണ്ടെത്തൽ. ಅದೇ ಇದು ನಮಗೂ ಗೊತ್ತಾಯಿತು, ನಮಗೂ ಶಾಕಿಂಗ್ ಆಯಿತು ಆ್ಯಕ್ಚುಲಿ. ಸೊ ತುಂಬ ಡೀಸೆಂಟ್ ಹುಡುಗ ಇದ್ದ. ಅವನ ಪಡಾಯಿತು, ಕಾಲೇಜ್ಗೆ ಹೋಗಿ ಬರ್ತಿದ್ದ, ಇಲ್ಲೇ ಒಂದು ಕಾಲೇಜಲ್ಲಿ ಓದ್ತಾ ಇದ್ದ. ಸೊ ಸಿಂಗಲ್ ಪೇರೆಂಟ್ ಇದ್ದರು ಪಾಪ ಅವರು, ತುಂಬ ಚೆನ್ನಾಗಿ ಓದ್ತಿದ್ದ. ಸೊ ತುಂಬ ಡೀಸೆಂಟ್ ಇದ್ದ ಹುಡುಗ. ಅಷ್ಟೊಂದು ಮಾತಾಡ್ತಿರ್ಲಿಲ್ಲ, ಬಟ್ ತುಂಬ ಡೀಸೆಂಟಾಗಿ ಮಾತಾಡ್ತಿದ್ದ. പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനും ആദ്യം ഈ കേസിൽ ഒരു തുമ്പുമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും തീപിടുത്തമുണ്ടാകുമ്പോൾ പുക, അതേ തുടർന്നുണ്ടാകുന്ന വിഷപ്പുക, ഇത് ശ്വസിച്ച് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ളതായിരുന്നു ആദ്യ നിഗമനം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ചില സാഹചര്യ തെളിവുകൾ, ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരാൾ മുഖത്ത് അമർത്തിയ പാടുകൾ, ഇതൊക്കെ കണ്ടപ്പോഴാണ് പോലീസിന്റെ സംശയം ഇയാളിലേക്ക് എത്തുന്നത്. ಬಾಡಿ ಸಿಕ್ಕಿತ್ತು.
ಸೊ ಯಾವುದು ಕ್ಲೂ ಇರಲಿಲ್ಲ ಆಗ. ಅದಕ್ಕೋಸ್ಕರ FSL ರಿಪೋರ್ಟ್ಗೋಸ್ಕರ ನಾವು ನಾವು ವಿಸರ ಕಳಿಸಿದ್ದೀವಿ. ಜೊತೆಗೆ ಡಿಟೇಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಮಾಡುವಾಗ ನಂತರ ಗೊತ್ತಾಯಿತು ಇದು ಒಂದು ಮರ್ಡರ್ ಕೇಸ್ ಇದೆ. ಇದು ಮರ್ಡರ್ ಒಬ್ಬ PUC ಓದ್ತಿರೋದು ಒಬ್ಬ ವಿದ್ಯಾರ್ಥಿ ಪಕ್ಕದಲ್ಲಿ ಇರ್ತಾರೆ ಅವ್ರ ಕಡೆಯಿಂದ ಆಗಿದೆ. ಅವರು ಒಪ್ಕೊಂಡಿದ್ದಾರೆ. ಸಸ್ಪಿಷಿಯಸ್ ಡೆತ್ತಲ್ಲಿ ಯಾವುದೂ ನಮ್ಮ ಹತ್ರ ಕ್ಲೂ ಇರಲಿಲ್ಲ. ಬಟ್ ನಮ್ಮ ಪೊಲೀಸವರು ಒಳ್ಳೆ ಕೆಲಸ ಮಾಡಿ ಇದು ಮರ್ಡರ್ ಕೇಸ್ ಡಿಟೆಕ್ಟ್ ಮಾಡಿ ആരോപിയവർക്ക് അറസ്റ്റ് ಮಾಡಿದರು. ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അവൻ കൈക്കലാക്കിയിരുന്നു. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറയുന്നു. എന്നാലും ആ നാട്ടുകാർക്ക് വളരെ ഡീസൻ്റായുള്ള ഒരു 18 വയസ്സുകാരൻ വിദ്യാർത്ഥി ഇത്രമാത്രം നടുക്കുന്ന ഒരു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോഴും അവിശ്വസനീയമായി തുടരുന്നു. ഉത്തർപ്രദേശിലെ നടുക്കി ദുരഭിമാന കൊലകൾ. ഏറ്റയിൽ നവദമ്പതികളുടെ കഴുത്തറുത്തു കൊന്നു. കാസ്ഗഞ്ചിൽ പെൺകുട്ടിയെ കൊന്ന ശേഷം അവളുടെ സ്വന്തം മാതാപിതാക്കൾ അവളെ കത്തിച്ചു. ഇരുപത്തിനാല് മണിക്കൂറുകൾക്കിടയിലാണ് ഉത്തർപ്രദേശിൽ 2 ദുരഭിമാന കൊലകൾ നടക്കുന്നത്. ആദ്യത്തേത് ഏറ്റ ജില്ലയിലും രണ്ടാമത്തേത് കാസ്ഗഞ്ചിലും. ആദ്യം നമുക്കൊരു ദൃശ്യത്തിലേക്ക് പോകാം. ഏറ്റയിലെ കൊടും ക്രൂരതയ്ക്ക് മുമ്പുള്ളതാണ് ആ ദൃശ്യം. 24 വയസ്സുള്ള ദീപകിന്റെയും 19 വയസ്സുകാരി ശിവാനിയുടെയും വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് അവർ വിവാഹിതരാകുന്നു. ദിവസങ്ങൾ മുമ്പ് മാത്രമായിരുന്നു വിവാഹം. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്, അവർ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക്. भगवान विष्णु പ്രശ്നം രൂക്ഷമായതോടെ കനൌജ് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നപരിഹാര ചർച്ചയൊക്കെ നടന്നിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി, അതായത് ഈ 2 പേർ വിവാഹം കഴിച്ചപ്പോൾ അവന്റെ വീട്ടുകാർ മാത്രമായിരുന്നു പിന്തുണ. അവളുടെ വീട്ടുകാർ വലിയ എതിർപ്പിലായിരുന്നു. അങ്ങനെ 2 കുടുംബങ്ങളും പങ്കെടുത്ത ആ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശിവാനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. പക്ഷെ ഞായറാഴ്ച ദീപക് അവളെ കാണാൻ ആ വീട്ടിലേക്ക് എത്തി, ആ വീട്ടുകാരറിയാതെ. അപ്പോഴായിരുന്നു സംഭവം. ടെറസിൽ നിന്ന് 2 പേരും സംസാരിക്കുകയായിരുന്നു. അത് വീട്ടുകാർ കണ്ടു. അങ്ങനെ അതിദാരുണമായിട്ടുള്ള മർദ്ദനം തുടങ്ങുകയാണ്. അതിനുശേഷം ഏറെക്കുറെ കൊലപാതകത്തിലേക്കും അവർ നീങ്ങി. സ്വന്തം മകളെയാണ് ആദ്യം കൊല്ലുന്നത്. കഴുത്തറുത്ത് ചോര തെറിച്ച് അവൾ വീഴുന്നത് ആ ഭർത്താവ് ദീപക് കൺമുന്നിൽ കണ്ടു. പിന്നാലെ ദീപകിന്റെയും കഴുത്ത് മുറിച്ചു. ശിവാനി ടെറസിൽ വെച്ച് തന്നെ മരിച്ചു വീണു. ദീപകിനെയോ കഴുത്തറുത്ത ശേഷം അയൽപക്കത്തെ വീടിന് മുകളിലേക്ക് എറിയുകയായിരുന്നു. നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുകയാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം. പോലീസ് എത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു അവന്. എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ അവനും മരിച്ചു. ശിവാനിയുടെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സഹോദരങ്ങളുണ്ട്, അവരും ഈ കൊലപാതകത്തിന്റെ ഭാഗമാണ്. പക്ഷേ അവർ ഒളിവിലാണെന്ന് പോലീസ് പറയും. जेसरा थाना क्षेत्र के गढ़ी प्रभातपुर की घटना है। 2 युवक और युवती जिनकी जो है लड़की के घर वाले जो है उनकी मारपीट के कारण जो है उन्होंने आपत्तिजनक स्थिति दिया था। इसके कारण जो है ये हत्या कर दी गई। लड़की की तो आने पार्ट वहाँ पर डेथ हो गई थी।
लड़के की धड़कन चल रही थी तो फिर जो है वहाँ PHC दिखाने के बाद जो है सीधे जिला अस्पताल लाया गया, लेकिन जिला अस्पताल आते आते जो है उसकी भी मृत्यु हो गई है। बहुत ही दुखद घटना है। और लड़की के घर वाले हालांकि घर छोड़ करके आ गए थे, लेकिन वो सब जो है पकड़ लिए गए हैं, हमारी हिरासत में है और पूरी तरीके से जो है पूछताछ। ഇനി കാസ്ഗഞ്ചിൽ നടന്നത് ഏറ്റയിലെ ആ ഞെട്ടിക്കുന്ന ദുരഭിമാന കൊലയ്ക്ക് പിന്നാലെയാണ് കാസ്ഗഞ്ചിലെ ക്രൂരത. കാമുകനൊപ്പം ഒളിച്ചോടി പോയതിനാണ് സ്വന്തം മകളെ കൊന്ന് ദഹിപ്പിച്ചു കളഞ്ഞത്. 16 വയസ്സ് മാത്രമായിരുന്നു അവൾക്ക് പ്രായം. നോയിഡ സ്വദേശിയായിട്ടുള്ള സച്ചിൻ എന്നയാളുമായി പ്രണയത്തിലായിരുന്നു അവൾ. വെള്ളിയാഴ്ച അവൾ സച്ചിനോടൊപ്പം ഒളിച്ചോടി. എന്നാൽ പിറ്റേ ദിവസം തന്നെ ആഗ്രയിൽ നിന്ന് രണ്ടുപേരെയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടി. ഏതാണ്ട് വൈകുന്നേരം സമയത്ത്. പിന്നീട് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. കൊടിയ മർദ്ദനത്തിൽ അവളുടെ മരണം സംഭവിച്ചു. തെളിവുകൾ അവശേഷിപ്പിക്കാതെ അപ്പോൾ തന്നെ അവർ ആ ശരീരത്തിന് തീയിട്ടു. സച്ചിന്റെ വീട്ടുകാർ ആണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അവർക്ക് ഭയമുണ്ടായിരുന്നു സച്ചിനും ജീവഹാനി സംഭവിക്കുമോ എന്ന്. അങ്ങനെ സച്ചിന്റെ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി. ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ പോലീസ് ശേഖരിച്ചു. ഈ സമയം അവളുടെ വീട്ടുകാർ കടന്നു കളഞ്ഞു. ഒരു സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച 3 മരണങ്ങൾ. എന്തിന്റെ പേരിലാണെങ്കിലും, പ്രണയത്തിന്റെ പേരിലോ എന്ത് ദുരഭിമാനത്തിന്റെ പേരിലോ ആയിക്കോട്ടെ, ഇത്രമാത്രം ക്രൂരത സ്വന്തം വീട്ടുകാർ നടത്തുമ്പോൾ എങ്ങനെ അമ്പരക്കാതിരിക്കും, എങ്ങനെ ഞെട്ടാതിരിക്കും ജനങ്ങൾ? ഡിജിറ്റൽ പ്രസിൽ പെട്രോൾ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഡിജിറ്റൽ പ്രസ്സിലാണ് സംഭവം. നെടുമങ്ങാട് സ്വദേശിയാണ് വിനു. ഇയാളാണ് ഈ ഡിജിറ്റൽ പ്രസ്സിലെത്തി പെട്രോൾ സ്വയം ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തിയത്. ആ പ്രസ്സിൽ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു, കാട്ടാക്കട സ്വദേശിനി. അവൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. കയ്യിലും മുഖത്തും പൊള്ളലേറ്റ ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞിരുന്നു അവിനു. സംഭവ സ്ഥലത്ത് തന്നെ അയാളുടെ മരണം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ പിടിച്ച ആ ഡിജിറ്റൽ പ്രസ്സിലെ അതിനെ തീ അണച്ചത്, എന്നിട്ട് വിനുവിന്റെ ശരീരം പുറത്തേക്ക് എത്തിച്ചത്. ഒരു പയ്യൻ ഓടി നിന്ന് കയറി താഴെ നിന്ന് പെട്രോൾ എടുത്ത് കത്തിച്ച് കൂടിണ്ടായിരുന്ന പെൺകുട്ടിക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യൻ മരിച്ചു. ഒരു പയ്യൻ ഓടി വരുന്നു, അതിനകത്ത് കയറുന്നു. ആ പെൺകുട്ടിയായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറയുന്നു, നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ നിൽക്കുകയില്ല, നമുക്കറിയാൻ പറ്റില്ല. അവിടെ കയറി പെട്രോൾ എടുത്ത് ഒഴിക്കുന്നു, തീപ്പെട്ടി അടിച്ച് കത്തിക്കുന്നു. അതിനിടയ്ക്ക് എന്നാ യവൻ രക്ഷപ്പെടാനുള്ള ആഗ്രഹമൊന്നും യവനില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ പൊള്ളലുള്ളൂ. യവൻ മരണപ്പെട്ടു പോയി. അവിടെ കരിഞ്ഞ ശരീരം ആ മുറിക്കകത്ത് കിടക്കുകയാണ്. പോലീസ് കംപ്ലീറ്റ് പരിപൂർണമായിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മരിച്ച വിനു, പൊള്ളലേറ്റ യുവതി, ഇവർ രണ്ടുപേരും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ വിനു നിരന്തരം ശല്യം ചെയ്തിരുന്നു ആ പെൺകുട്ടിയെ. ഇത് കാട്ടി പെൺകുട്ടി കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ പരാതിക്കൊക്കെ പിന്നാലെയാണ് വിനു യുവതിയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെത്തിയത്. പ്രസ്സിൽ നിന്ന് തീ ഇങ്ങനെ ആളി കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. പിന്നീട്
ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കാരണം അവർക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറത്തായിരുന്നു പെട്രോൾ ഒഴിച്ചുള്ള അഗ്നിബാധ. ഗർഭിണിയായ ഭാര്യ, 5 വയസ്സുള്ള മകൻ, ഈ ഒരാൾ മദ്യം ചോദ്യം ചെയ്ത് ഇടവേളയ്ക്ക് ശേഷം. കാൺപൂരിൽ കൊലപ്പെടുത്തി ചെയ്ത് ഞായറാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം. ഈ പ്രതിയുടെ പേര് സുരേന്ദ്ര യാദവ് എന്നാണ്. മരിച്ചത് ഭാര്യ റൂബി, 32 വയസ്സാണ്. മകൻ ലാവൻഷ്, ഏതാണ്ട് 2.5 വയസ്സും. ഈ റൂബി 5 മാസം ഗർഭിണി കൂടിയായിരുന്നു കേട്ടോ. ഭർത്താവ് മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോൾ റൂബി എതിർത്തു. ഇത് അവർക്കിടയിൽ ഒരു തർക്കത്തിനിടയാക്കി. ദേഷ്യത്തിൽ അയാൾ അരിവാളുകൊണ്ട് ഭാര്യയുടെ കഴുത്തിൽ 2 തവണ അടിച്ചു. തുടർന്ന് മകന്റെ തലയിൽ നിരവധി തവണ വെട്ടുകയും ചെയ്തു. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ ഇയാൾ വാതിൽ പൂട്ടി. പതിവായി നടക്കുന്ന വഴക്കാണ് ഇതെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. ശബ്ദമില്ലാതായപ്പോൾ നാട്ടുകാരെല്ലാം പിരിഞ്ഞുപോയി. ആളുകൾ പോയ ഉടൻ തന്നെ ഇയാൾ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാത്രി ഏറെ വൈകി ഇവർക്കൊപ്പം താമസിച്ച സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തെത്തി തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഖഡംപൂർ പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള ഗോപാൽപൂരിലെ ഷാർദേപൂർ എന്ന ഗ്രാമമാണ് ഈ സ്ഥലം. പ്രതിയെ അന്വേഷിക്കാനായി 3 പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവിടുത്തെ SHO വ്യക്തമാക്കിയത്. സമ്പാദിക്കുന്ന പണം മുഴുവൻ കള്ളു കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആളാണ് ഇയാൾ. ഒരിക്കൽ പോലും സമാധാനം നൽകിയിരുന്നില്ല. പലപ്പോഴും വഴക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്നും അത്രമാത്രം വലിയ ശബ്ദമൊക്കെ കേട്ടിട്ടും ആ നാട്ടുകാർ ഗൗനിക്കാതിരുന്നതും. പക്ഷേ ഇത് ഒരു ഗർഭിണിയായ സ്ത്രീയുടെയും 2.5 വയസ്സുള്ള ഒരു പിഞ്ചു ബാലന്റെയും മരണത്തിലേക്കാണ് ആ ലഹരിക്കൊതി എത്തിച്ചത്. ട്വന്റി അവറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. 20th അവർ 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.